തിരൂരങ്ങാടി നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അജിത് കൊളാടിയാണ് നമ്മളെ കൂടെയുള്ളത്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ മണ്ഡലത്തിലെ? തിരൂരങ്ങാടിയിൽ കഴിഞ്ഞ 10-20 ദിവസമായി ഞങ്ങൾ ഊർജ്ജസ്വലമായ പ്രവർത്തനം നടത്തുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഒരു നിഗമനം മാറ്റം വരാത്തൊരു മണ്ഡലമല്ല തിരൂരങ്ങാടി. മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്ന ജനങ്ങളാണ്. ശുഭാപ്തി വിശ്വാസത്തോടെ നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇടതുപക്ഷ നേതൃത്വവും പ്രവർത്തകന്മാരും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നേടിയെടുക്കാനുണ്ട്. 19 കൊല്ലമായിട്ട് UDFൻ്റെ മണ്ഡലമാണ്, ലീഗിൻ്റെ പ്രതിനിധിയാണ്. ഒരു നിശ്ചയദാർഢ്യമില്ലായ്മയുടെയും ഒരു സാമൂഹിക പ്രതിജ്ഞാബദ്ധതയില്ലായ്മയുടെയും കാരണമാണ് ഇവിടെ ഈ വികസന മുരടിപ്പ് വന്നിട്ടുള്ളത്. എന്ത് വന്നാലും ജയിക്കുമെന്നുള്ളൊരു അപ്രമാദിത്വ ചിന്താഗതി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ജയിച്ചു കഴിഞ്ഞാലും ഒന്നും ചെയ്യാൻ പോകാത്തത് ചില നേതൃത്വത്തിന്. ഇപ്പോൾ ടൂറിസം മേഖലയിലായാലും ഉയർന്ന വിദ്യാഭ്യാസ രംഗത്തായാലും ചെമ്മാട് പട്ടണത്തിലെ ഗതാഗത ബ്ലോക്ക്, ആരോഗ്യരംഗത്ത് ശോചനീയാവസ്ഥ, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ ഇപ്പോൾ ഗവൺമെൻറ് ഏതെന്നുള്ളതല്ല വിഷയം. ഒരു MLAക്ക് നിശ്ചയദാർഢ്യവും ഒരു പ്രതിജ്ഞാബദ്ധത ഉണ്ടെങ്കിൽ അതൊക്കെ ഗവൺമെൻറ്റിന് പറഞ്ഞ് ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കാമായിരുന്നു. അത് കുടിവെള്ള പ്രശ്നം, മൂര്യക്കപ്പ് കാർഷിക മേഖലയിലെ പദ്ധതികൾ, അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ. അപ്പോൾ അതൊക്കെയാണ് ഇടതുപക്ഷം മുന്നോട്ട് കാണിക്കുന്നത്. മൊത്തം കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾക്ക് പുറമെ പ്രാദേശിക പ്രശ്നങ്ങളും ഉന്നയിക്കുന്നു. അപ്പോൾ മാറ്റം കൊതിക്കുന്നു ജനങ്ങൾ. പോകുന്നിടത്തൊക്കെ നല്ല സ്വീകരണമാണ്. ഇപ്പോൾ 2ാം ഘട്ട സ്ഥാനാർത്ഥി പര്യടനം കഴിഞ്ഞു. ഇന്നും നാളെയും മറ്റന്നാളും വീട് കയറി ഇറങ്ങുന്നു. പ്രധാനപ്പെട്ട പലരെയും കാണുന്നു. വളരെ ശുഭപ്രതീക്ഷയാണ്. മാറും. ലീഗിനെ സംബന്ധിച്ച് ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ വലിയ തർക്കങ്ങളൊക്കെ രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? അതാ ലീഗിൻ്റെ ഉള്ളിലെ പ്രശ്നമല്ലേ. ഇടതുപക്ഷ മുന്നണി അതറിഞ്ഞിട്ടില്ല, CPI അതറിഞ്ഞിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ TV-കളിലൊക്കെ നമ്മൾ കണ്ടു എന്നല്ലാതെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം അറിഞ്ഞിട്ടില്ല. CPI-Mൻ്റെ രാഷ്ട്രീയ നേതൃത്വം അറിഞ്ഞിട്ടില്ല. സംഭവങ്ങളൊക്കെ ഗുണം ചെയ്യും. സ്വാഭാവികമായി ഞാൻ ഇപ്പോൾ മറ്റൊരു പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ സ്വാഭാവികമായിട്ട് അവരുടെ പാർട്ടിക്കുള്ളിൽ അസ്വാരസ്യങ്ങളും അസന്തുഷ്ടിയൊക്കെ നിഴലിക്കുന്നുണ്ട് എന്ന് പല മേഖലകളിലും കാണാൻ പറ്റുന്നുണ്ട്. ജനങ്ങളൊക്കെ പ്രധാനമായും ഉന്നയിക്കുന്നത് നമ്മുടെ ചെമ്മാട് തിരൂരങ്ങാടി ഭാഗത്തെ ഈ ഗതാഗത കുരുക്കാണ്. അതിനെങ്ങനെ പരിഹാരം കാണാൻ കഴിയും? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ജനപ്രതിനിധി അത് മാറ്റാം, പരിഹരിച്ചു കൊടുക്കാമെന്നുണ്ടാകും. ഫ്ലൈ ഓവർ കിട്ടാം. അപ്പോൾ ഒന്നെങ്കിൽ അതിന് ബൈപ്പാസ് വരാം, ഫ്ലൈ ഓവർ വരാം. ജനസാന്ദ്രതയാണല്ലോ അതിന് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ അതൊക്കെ വിദഗ്ധമായി പഠിച്ചുകൊണ്ട് ഒന്നെങ്കിൽ ബൈപ്പാസിലൂടെ അല്ലെങ്കിൽ വലിയ പുതിയ എന്താ പറയുക ഫ്ലൈ ഓവർ സിസ്റ്റം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലൂടെ അത് മാറ്റാൻ പറ്റും. പിന്നെ നമ്മുടെ റോഡിൻ്റെ വീതി കൂട്ടുക. അവിടെയൊക്കെ വീതി കൂട്ടുക വളരെ ഇടുങ്ങിയ റോഡാണ്. അതൊക്കെ നാട്ടുകാരുമായിട്ട് സംസാരിച്ച് ബിൽഡിംഗ് ഓണേഴ്സുമായിട്ടൊക്കെ സംസാരിച്ച് അത് ക്രമേണ നാട്ടുകാർക്ക് പറഞ്ഞാൽ ബോധ്യപ്പെടാത്ത വിഷയങ്ങളൊന്നും ഈ ലോകത്തിലില്ലല്ലോ. അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകും. ഓരോ ബൈപ്പാസിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഫ്ലൈ ഓവർ ഉണ്ടാക്കാം, അതൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പാത തന്നെ ഇപ്പോൾ ശരിയായിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ അത് വലിയൊരു നിശ്ചയദാർഢ്യത്തിൻ്റെയും മറ്റുള്ള രാഷ്ട്രീയ ഭൗതിക സാഹചര്യങ്ങളിലൊക്കെ ഫലമായിട്ടല്ലേ. അപ്പോൾ ഇതും മാറ്റാൻ പറ്റും, യാതൊരു സംശയവുമില്ല. അതിനെ തുനിഞ്ഞിറങ്ങണം നമ്മൾ. അപ്പോൾ അത് പറ്റും. തിരൂരങ്ങാടി അങ്ങനെ ക്രമേണ മാറും. മാറ്റണം. മാറ്റമില്ലാത്തൊന്നും ലോകത്തിലില്ല. മാറ്റമില്ലാത്തത് വല്ലതും ഉണ്ടെങ്കിൽ അത് മാറ്റം മാത്രമാണ്. മാറിക്കൊണ്ടേയിരിക്കണം. അതാണ് ഞങ്ങളുടെ വളരെ ധീരോദത്തമായ അഭിപ്രായം. തന്നെയാണ്. മാറ്റമില്ലാത്തതൊന്നും ലോകത്തില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. തിരൂരങ്ങാടിയും അത്തരത്തിൽ മാറുമെന്നാണ് LDF സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നജീബിനൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.